ജ്യോതിഷൈകേഷാം അസത്യന്നെ. 13ാമത്തെ സൂത്രം. ജ്യോതിഷാം ഏകേഷാം ചിലർക്ക്, അന്നേ സതി അന്നേ, അന്നേ അന്നം എന്ന ശബ്ദത്തിൽ അസതി, അസതി ഏകേഷാം അസതി അന്നേ, അന്നേ എന്ന വാക്ക് ചിലർക്ക് ഇല്ലെങ്കിൽ, ഏകേഷാം അന്നേ അസതി, അതാണ് ഏകേഷാം അസത്യന്നേ അസതി അന്നേ. അന്നം എന്ന വാക്ക് ചിലർക്കില്ലെങ്കിൽ, ജ്യോതിഷ, ജ്യോതിസ് എന്ന ശബ്ദത്താൽ 5ാമത്തെ സംഖ്യ പൂർണ്ണമാക്കപ്പെടുന്നു എന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രാണാദയോ വാക്യശേഷ, 12ാമത്തെ സൂത്രം പറഞ്ഞത് പ്രാണാദയോ വാക്യശേഷ, പ്രാണാദികളാണ് വാക്യം. തുടർന്ന് വരുന്ന വാക്യത്തിലുള്ളത് പ്രാണാദികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എന്ന്. അപ്പോൾ ഈ പ്രാണാദികളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പ്രാണസ്യ പ്രാണമുത ചക്ഷുഷശ്ചക്ഷു ഉദ ശ്രോതസ്യ ശ്രോത്രം അന്നസ്യ അന്നം മനസ്സോ യേ മനോവിദുഹു, ഇങ്ങനെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: പ്രാണൻ്റെ പ്രാണനാണ്, ചക്ഷുവിൻ്റെ ചക്ഷുവാണ്, ശ്രോത്രത്തിൻ്റെ ശ്രോത്രമാണ്, അന്നത്തിൻ്റെ അന്നമാണ്, മനസ്സിൻ്റെ മനസ്സാണ്. ഇതിനെ യാതൊരുവൻ അറിയുന്നുവോ എന്ന്, യോ വിദുഹു. ഇപ്രകാരമാണ് പോയത്. അപ്പോൾ അതിനകത്ത് ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിലെ മാത്രമാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ബൃഹദാരണ്യ ഉപനിഷത്തിലെ നമ്മൾ പഠിച്ചിരിക്കുന്ന ബൃഹദാരണ്യ ഉപനിഷത്ത് വാക്യത്തിൽ ഈ അന്നസ്യ അന്നം എന്ന പ്രയോഗമില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് എവിടുന്ന് കിട്ടി? അപ്പം അതിനുള്ള മറുപടിയാണ് ഈ സൂത്രം, ജ്യോതിഷാം ഏകേഷാം അസത്യ അന്നേ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ഈ അന്നം എവിടുന്ന് കിട്ടി എന്നുള്ളത്. അപ്പോൾ അതിന് കാരണം ഈ ശുക്ല യജുർവേദത്തിലെ മാധ്യം ദിന ശാഖ, കാണ്വശാഖ എന്ന് പറഞ്ഞ 2 ശാഖകളുണ്ട്. ഇതിൽ ഒരു ശാഖയിലാണ് ഈ അന്നം എന്നുള്ളത് ഉള്ളത്. 2ാമത്തെ ശാഖയിൽ അന്നം എന്ന് പറയുന്നത് ഇല്ല. അങ്ങനെ അന്നം എന്ന് പറയുന്നത് ഇല്ലാത്ത ശാഖ ആ കൂട്ടരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജ്യോതിസ് എന്ന ശബ്ദത്തെ മുമ്പുള്ള ഭാഗത്തു നിന്നും എടുക്കാം. ജ്യോതിഷാം ജ്യോതിഹി എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ അവിടെ വന്നത് ജ്യോതിഷാം ജ്യോതി എന്നതെടുത്തിട്ട് അതങ്ങ് 5ാമത്തേത് പൂർത്തിയാക്കണം എന്ന്. അപ്പം നമ്മളിവിടെ വിഷയം യസ്മിൻ പഞ്ചജനാഹ എന്ന സൂത്രമാണ്, ഈ എന്ന വാക്കാണ്. അപ്പോൾ യസ്മിൻ പഞ്ചജനാഹ എന്ന് പറഞ്ഞിടത്ത് ഈ പഞ്ചജനാഹ, പഞ്ചജനാഹ എന്ന് പറഞ്ഞാൽ 5ആയി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പഞ്ചയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ പഞ്ചജനാഹ എന്ന് പറഞ്ഞു. അപ്പം പഞ്ചജനാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 എന്നുള്ള ഒരു പ്രയോഗം കിട്ടും എന്ന രീതിയിലാണ് സാഖ്യന്മാരെടുത്തത്. അപ്പം അങ്ങനെ വരുമ്പോൾ പഞ്ചജനാഹ എന്നുള്ള പ്രയോഗത്തിലൂടെ 25 തത്വങ്ങളെക്കുറിച്ച് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് സാഖ്യന്മാർ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ സാഖ്യന്മാർ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് ഈ 25 തത്വങ്ങളിൽ ഒന്ന് പുരുഷനും 2ാമത്തേത് പ്രകൃതിയുമാണ്. അപ്പോൾ ഈ പ്രകൃതിയാണ് പ്രധാനം എന്ന് പറയുന്നത്, 2ാമത്തെ പ്രധാനവുമാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രധാനത്തെ വേദം സമ്മതിച്ചിരിക്കുന്നു എന്ന് സാഖ്യന്മാർ ഈ ഈ ഉപനിഷത്ത് മന്ത്രം എടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പഞ്ചജനാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 525 എന്ന അർത്ഥമല്ല ഉള്ളത്.
ഇനി പറയാൻ പോകുന്ന 5 എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ, അല്ലാതെ 5 ടൈപ്പ് എന്നുള്ള രീതിയിൽ എടുക്കണ്ട എന്ന്. അപ്പോൾ ആ 5 ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഇപ്പം ഈ മന്ത്രത്തിൻ്റെ, അതായത് ബൃഹദാരണ്യോപനിഷത്തിലെ നമ്മൾ കണ്ട മന്ത്രം ഉണ്ടല്ലോ, അപ്പോൾ ആ മന്ത്രത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത മന്ത്രവും കൂടെ ബൃഹദാരണ്യോപനിഷത്തിൽ നമ്മൾ കണ്ട ഈ പഞ്ചപഞ്ചജനാഹ എന്നുള്ള മന്ത്രം ഏതായിരുന്നു? യസ്മിൻ യസ്മിൻ പഞ്ചപഞ്ചജനാഹ ആകാശശ്ച പ്രതിഷ്ഠിതഃ തമേവ മന്യ ആത്മാനം വിദ്വാൻ ബ്രഹ്മാമൃതോ അമൃതം. അവിടെ യസ്മിൻ യാതൊന്നിൽ, പഞ്ചപഞ്ചജനാഹ 5 എന്ന് മാത്രമേ നമ്മൾ അവിടെ എടുക്കേണ്ടതുള്ളൂ. ആകാശശ്ച പ്രതിഷ്ഠിതഃ ആകാശവും എന്ന്. അപ്പോൾ ഈ പഞ്ചപഞ്ചജനാഹ എന്നുള്ളത് 25 തത്വങ്ങളാണെന്നും പറഞ്ഞുകൊണ്ടാണ് സാഖ്യന്മാർ വന്നത്. അതിനെ ബ്രഹ്മസൂത്രത്തിൽ ഖണ്ഡിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സന്ദർഭം മറന്നു പോകരുത്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നതെന്ന് വിചാരിച്ചിട്ടിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഞ്ചപഞ്ചജനാഹ എന്ന് പറഞ്ഞാൽ അടുത്ത് പറയാൻ പോകുന്ന 5 തത്വങ്ങളെക്കുറിച്ചാണ്, 5 എണ്ണത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തത്വം എന്നുള്ളത് സാഖ്യന്മാരുടെ തത്വം എന്നുള്ള അർത്ഥത്തിലല്ല, വെറുതെ വന്നുപോയെന്നേ ഉള്ളൂ. ഈ 5നെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രാണൻ തുടങ്ങിയിട്ടുള്ള 5 എന്ന്. അതാണ് പ്രാണൻ തുടങ്ങി 5 കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രവും അടുത്ത സൂത്രം പറഞ്ഞത്. പ്രാണാദയ വാക്യശേഷാത്ത് എന്ന്, അതായത് തുടർന്ന് വരുന്ന വാക്യത്തിൽ ഇതാണുള്ളതെന്നത്. അപ്പോൾ ആ പ്രാണൻ തുടങ്ങിയെന്നുള്ളതിനകത്ത് നമ്മുടെ ബൃഹദാരണ്യ ഉപനിഷത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അന്നസ്യ അന്നം എന്നുള്ള പ്രയോഗമില്ല. ബാക്കി 4 ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ 4 ഉള്ളല്ലോ എന്ന് നമ്മൾ പറയും. അതേസമയം മറ്റേ കൂട്ടരാണെന്നുണ്ടെങ്കിൽ, മറ്റേ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടെക്സ്റ്റ് കയ്യിലുള്ളവർ, അത്രയേ ഉള്ളൂ. മറ്റേ ടെക്സ്റ്റ് കയ്യിലുള്ളവരാണെങ്കിൽ അവർക്ക് 5 അന്നമുണ്ട് എന്ന് പറയും. അപ്പം നമുക്കിവിടെ 5 അന്നമില്ലാത്ത ടെക്സ്റ്റാണ് എങ്കിൽ നമ്മൾ അവിടെ ഈ ജ്യോതിഷാം ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള 5ാമത്തേത് വെച്ചിട്ട് അങ്ങ് പൂർത്തീകരിക്കാൻ എന്ന് പറയുന്നതാണ് ഇപ്പോൾ പറഞ്ഞ സൂത്രം. ഇതാണ് ഇതിൻ്റെ സന്ദർഭം. ഇല്ലെങ്കിൽ നമ്മൾ ലക്ക് കിട്ടുമോ ഇതെന്താണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ജ്യോതിഷാം, ജ്യോതിസ് എന്ന ശബ്ദം കൊണ്ട് ഏകേഷാം ചിലർക്ക് പൂർത്തീകരിക്കണം എന്നുള്ളത്. അസതി അന്നെ, അവരുടെ അന്നം എന്ന ശബ്ദം അവർക്ക് ഇല്ലെങ്കിൽ. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശുക്ലയജുർവേദത്തിലെ മാധ്യന്തിന ശാഖയും പിന്നെ കാണ്വശാഖയും എന്ന്. അപ്പം കാണ്വാദികളായ ചില ശാഖികൾക്ക് അന്നശബ്ദം പഠിപ്പിക്കുന്നില്ല എങ്കിലും അവരെ ജ്യോതിഷ് ശബ്ദത്താൽ അവർക്ക് 5ാമത്തെ സംഖ്യ പൂർത്തിയാക്കാം. അപ്പം കാണ്വശാഖക്കാർക്കാണ് ഈ അന്നശബ്ദമില്ലാത്തത് എന്ന് മനസ്സിലാക്കണം. മാധ്യന്തിന ശാഖകർക്ക് അന്നശബ്ദവും ഉണ്ട് എന്ന്. അപ്പം നമ്മൾ ഉടനെ വേറൊരു വാദം കൊണ്ടുവരാം. അപ്പം വേദത്തിനകത്ത് ഇങ്ങനെ 2 തരത്തിൽ പറയാമോ എന്ന്. വേദത്തിനകത്ത് ഓരോരോ ശാഖകളിൽ അല്പസ്വല്പം ഭേദങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും. അതനുസരിച്ച് അതിനകത്തൊന്നും ഒരു കുറവും കുറ്റവും ഒന്നും ആരും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇതിനെ പാഠഭേദമെന്നും ശാഖാഭേദമെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ അധികരണം കഴിഞ്ഞു. അപ്പോൾ ഈ അധികരണത്തിൽ പ്രധാനമായിട്ടുള്ളത് സാംഖ്യ സിദ്ധാന്തത്തിലെ പ്രധാനവാദ ഖണ്ഡനമാണ്. എന്തിനാണ് ഈ പ്രധാനവാദ ഖണ്ഡനം ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ടത്? കാരണം പ്രധാനവും മായ ഇത് രണ്ടും നമ്മൾ ഒന്നായിട്ടെടുക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന്. പ്രധാനം സാഖ്യന്മാർ പറയുന്ന പ്രധാനവും വേദാന്തികൾ പറയുന്ന മായയും തീർത്തും 2. കാരണം പ്രധാനം സാഖ്യന്മാർക്ക് സത്യമാണ്, മായ വേദാന്തികൾക്ക് സത്യമായത് അല്ല എന്ന്. അപ്പം വേദാന്തം അവിടെ മായയ്ക്ക് അനിർവചനീയത്വം കൊടുക്കുകയും മിഥ്യാത്വം കൊടുക്കുകയും ചെയ്യുന്നു. സാഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനത്തിന് അനിർവചനീയത്വം കൊടുക്കുക സാധ്യമല്ല, മിഥ്യാത്വം കൊടുക്കുകയും സാധ്യമല്ല. കാരണം മിഥ്യാത്വം കൊടുത്തു കഴിഞ്ഞാൽ അത് വേദാന്തമായി മാറും. വേദാന്തമായി കഴിഞ്ഞാൽ പിന്നെ സാഖ്യ സിദ്ധാന്തം തന്നെ ഇല്ലാണ്ടാവും.
അതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് പ്രകൃതി പുരുഷ വിവേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രകൃതിയെ അറിയണം. പുരുഷനെ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി പുരുഷ വിവേകം ചെയ്യാൻ പറ്റത്തില്ല. പുരുഷൻ ഇതാണ്, ബാക്കിയുള്ളതെല്ലാം പ്രകൃതിയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. കൃത്യമായ നിർവചനം കൊടുത്ത് പ്രകൃതിയെ പുരുഷനിൽ നിന്നും വേർതിരിക്കണം, അല്ലെങ്കിൽ പുരുഷനെ പ്രകൃതിയിൽ നിന്നും വേർതിരിക്കണം. ആരിൽ നിന്ന് ആരെ വേർതിരിച്ചാലും ഇതുപോലെയുള്ളൂ. അപ്പം പ്രകൃതി പുരുഷ വിവേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനം. ബാക്കിയുള്ളതെല്ലാം പ്രകൃതിയുടെ വികൃതികളാണ്. അപ്പോൾ അവിടെ ഈ പ്രധാനത്തിനെ അറിയണം, എങ്കിൽ മാത്രമേ പ്രധാനം പുരുഷനിൽ നിന്ന് ഭിന്നമാണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ അപ്രകാരം പ്രധാനം പുരുഷനിൽ നിന്ന് ഭിന്നമാണെന്ന് അറിയണമെങ്കിൽ പ്രധാനത്തെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അവിടെ അനിർവചനീയത്വം പ്രധാനത്തിന് ഇല്ല എന്ന് പറയും. നിർവചനീയം എന്ന് തന്നെ പറയേണ്ടി വരും. വ്യക്തമായിട്ട് അറിയാവുന്ന ഒന്നാണ് പ്രധാനം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനം വ്യക്തമായിട്ട് അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്നാണ്. പ്രധാനം വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന, അതാണല്ലോ വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന അവ്യക്തം എന്ന് പറയുന്ന ശബ്ദത്തിന്, ആ വാക്കിന് അർത്ഥമില്ലാണ്ടായിത്തീരും. കാരണം അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിർവചനീയത്വമാണ്, വ്യക്തമാവാത്തതാണ് അവ്യക്തം. അപ്പം നിങ്ങൾ ഒരിക്കലും അവ്യക്തമെന്ന് വിളിക്കുകയും അവ്യക്തമെന്ന് പറയുകയും അത് പ്രധാനമാണെന്ന് പറയുകയും അത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞതിന് തുല്യമായിരിക്കും. അതായത് പശുത്തൊഴുത്തിൽ കുതിരയെ കണ്ടു, അല്ലെങ്കിൽ കുതിര ലായത്തിൽ പശുവിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത് കുതിരയാണ് എന്ന് പറഞ്ഞതുപോലെയാകും എന്ന വാദമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, ഇതിപ്പം പ്രധാനമായാലും മായയായാലും ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ. ചിലർ പ്രധാനമെന്ന് പറഞ്ഞു, ചിലർ മായ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രധാനമെന്ന് പറയുന്നവർ പ്രധാനമാവട്ടെ, മായ എന്ന് പറയുന്നത് മായയാകട്ടെ, നമുക്ക് സത്യം പറഞ്ഞാൽ പോരെ. ഇങ്ങനെയൊക്കെയുള്ള ചില വാദങ്ങൾ കൊണ്ട് ഈ അധികം ശാസ്ത്രവിചാരം ചെയ്യാത്ത ആൾക്കാർ, പ്രാകൃതന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പ്രാകൃതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബുദ്ധിയിൽ തോന്നുന്നതാണ് അവരുടെ യുക്തി. അവരുടെ ബുദ്ധിയും അവരുടെ യുക്തിയും അവരുടെ അനുഭവവും അവരുടെ കേട്ടറിവും അവരുടെ നാട്ടറിവും അവരുടെ ശാസ്ത്ര അറിവും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തും പറയും, അവർക്ക് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കേട്ടിട്ട് അതിനകത്ത് നമ്മൾ ചാടി വീഴരുത് എന്ന്, അത് കേട്ടിട്ട് അതും സത്യം ഇതും സത്യം എല്ലാവരും പറയുന്നത് സത്യം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും ഫോട്ടോ കൊണ്ട് നമ്മുടെ പൂജ മുറിയിൽ വെക്കാം. കാരണം അവരുടെ ദൈവവും നമ്മുടെ ദൈവവും എല്ലാവരുടെ ദൈവവും ഒന്ന് തന്നെയാണ്. ഇപ്രകാരമൊക്കെ പറയുന്ന ഒരുപാട് പ്രാകൃതവാദികൾ. ഇതിന് പ്രാകൃതവാദികളെന്ന് പറയും. പ്രാകൃതവാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സത്യം, അതും സത്യം ഇതും സത്യം, എല്ലാം സത്യം എന്ന് പറയുന്നവരാണ് ഈ അസിറ്റീസ് എന്നർത്ഥം. പ്രാകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഉള്ളത് അങ്ങനെ തന്നെ, അല്ലാതെ അവർ കാടന്മാരെന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ പറയുന്നതും ശരി, ഈ പറയുന്നതും ശരി, എല്ലാം ശരി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സാഖ്യന്മാർ പറയുന്ന പ്രധാനവും വേദാന്തികൾ പറയുന്ന മായയും ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. എന്താണ് ഒന്നാമത്തെ പ്രശ്നം? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്: സാഖ്യന്മാർ പറയുന്ന പ്രധാനം സത്യമാണ്, വേദാന്തികൾ പറയുന്ന മായ മിഥ്യയാണ്. എന്നാൽ സത്യമായിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? അതിനൊരു പ്രശ്നമുണ്ട്. വേദാന്തത്തിൽ പറയുന്ന മായ മിഥ്യയാണ് എങ്കിൽ മായയാൽ ഉണ്ടാക്കപ്പെട്ട മായയാൽ പ്രകടമാക്കപ്പെട്ട ജീവാത്മത്വം മിഥ്യയാണ്. അങ്ങനെ ജീവാത്മത്വം മിഥ്യയായി കഴിഞ്ഞാൽ സത്യം എന്ന് പറയുന്നത് ബ്രഹ്മം മാത്രമാണ്. അതുകൊണ്ട് ബ്രഹ്മൈവ ത്വമേവ ബ്രഹ്മ, അല്ലെങ്കിൽ അഹമേവ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി എന്നത് സത്യമായിട്ട് തീരും. ഇനിയും സാഖ്യന്മാർ പറയുന്ന പ്രധാനം സത്യമാണ് എങ്കിൽ, പ്രധാനം സത്യമായി കഴിഞ്ഞാൽ ജീവാത്മാ സത്യം, പ്രധാനവും സത്യം. പ്രകൃതി പുരുഷ വിവേകം ചെയ്ത് കഴിഞ്ഞാൽ മുക്തി നേടുമെന്നാണ് അവർ പറഞ്ഞത്. പ്രകൃതി പുരുഷം വിവേകം ചെയ്താൽ വിവേകം ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ വിവേകം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മുമ്പേ പ്രകൃതിയാൽ സേവിക്കപ്പെടുന്നതായ ഒരു പുരുഷനെയാണ് ആദ്യം ഉണ്ടായിരുന്നത് സാഖ്യന്മാർക്ക്. ഇപ്പോൾ
പ്രകൃതിയിൽ നിന്ന് അന്യനായിട്ട് ആരാലും സേവിക്കപ്പെടാത്ത ഒരു പുരുഷനെ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവാണ്. ജീവാത്മത്വം തന്നെ അല്പത്വമാണ്. ആ അല്പത്വത്തിന് യാതൊരുവിധ മാറ്റവുമില്ലാത്ത ഒരു ജീവാത്മ. മുമ്പാണെങ്കിൽ പ്രകൃതിയാൽ സേവിക്കപ്പെടുമായിരുന്നു, ഇപ്പോൾ പ്രകൃതിയാൽ സേവിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരിടത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ മാതിരി ഉള്ള ഒരു പ്രതീതിയാകും. അതാണ്, കൂടെ ആരുമില്ല, അങ്ങനത്തെയുള്ള ഒരു ഏകാന്തത. ഏകാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പത്വത്തിലോടുകൂടിയ ഏകാന്തതയായിട്ട് അത് ഭവിക്കും. എന്താണ് ഈ അല്പത്വത്തോടു കൂടിയ ഏകാന്തത? അനന്തമായ ഏകാന്തതയായിക്കൂടെ? ഏകാന്തം എന്ന് പറഞ്ഞാൽ ഏകത്വം, അനന്തമായ ഏകത്വമായിക്കൂടെ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രധാന പ്രശ്നം ഇതാണ്. അവിടെ അനന്തത്വം ഈ ജീവാത്മാവിന് കൊടുക്കുക സാധ്യമല്ല. കാരണം പ്രധാനം വേറെയാണ്. ആ പ്രധാനത്തിൽ അനേകം ജീവാത്മാക്കൾ വേറെ വേറെയായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്വതന്ത്രനായ ജീവാത്മാവിന് ഒരു ജീവാത്മാവായിട്ട് തന്നെ തുടരാൻ സാധിക്കത്തുള്ളൂ. ഒരു ജീവാത്മാവായിട്ട് മുമ്പ് പ്രകൃതിയോടുകൂടിയിരുന്ന ജീവാത്മാ ഇപ്പോൾ അതേ ജീവാത്മാ പ്രകൃതി ഇല്ലാതെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് അല്പത്വം പോയി എന്ന് പറയുക സാധ്യമല്ല. നാൽപ്പേ സുഖമസ്തി എന്ന വേദാന്ത വാക്യമുണ്ട്. അതുകൊണ്ട് അല്പത്തിൽ സുഖം അനുഭവിക്കാൻ സാധ്യം, അല്പത്തിൽ സുഖമില്ല എന്ന്. അപ്പം അല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുഃഖം തന്നെയാണ് എന്ന്. പ്രകൃതി കൊണ്ടുവരുന്ന ദുഃഖങ്ങളാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ഈ അനന്തത്വമില്ല. അനന്തത്വം നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് അനന്തത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അല്പത്വമാണല്ലോ ഉള്ളത് എന്ന്. അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം വരാം. പ്രകൃതിയും പുരുഷനും വേർതിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്പത്വത്തിന് പ്രശ്നമില്ലല്ലോ എന്ന്. പ്രകൃതിയും പുരുഷനും വേർതിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പ്രകൃതി, സാഖ്യന്മാരുടെ വാദമാണ്, തെറ്റിപ്പോരുത്. അപ്പം പ്രകൃതി പിന്നെയും അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഇപ്പം പ്രകൃതി അങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പുരുഷനിൽ നിന്നും പ്രകൃതിയെ വേർതിരിച്ചു കഴിഞ്ഞാൽ എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? വീണ്ടും പ്രകൃതി പുരുഷന്മാർ ഈ പ്രകൃതി പുരുഷനെ വീണ്ടും അധീനതയിലാക്കത്തില്ല എന്നുള്ളത്. വീണ്ടും നിസ്സഹായനായ പുരുഷൻ വീണ്ടും പ്രകൃതിയിലേക്ക് തന്നെ വന്നു ചേരുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് അവിടെയൊന്നും ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു അർത്ഥമോ ഒരു വ്യക്തതയോ ആ മേഖലകളൊന്നും തന്നെ ഇല്ല. പ്രകൃതി പുരുഷ വിവേകം ചെയ്തോളൂ, പുരുഷൻ സ്വതന്ത്രനാകും എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ സാഖ്യത്തിൽ അവിടെ ഉള്ളൂ എന്ന് സാരം. അപ്പോൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അതിനാൽ സാഖ്യത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മുക്തി കിട്ടത്തില്ല. ഇതാണ് വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യം. സാഖ്യ സിദ്ധാന്തത്തെ ആശ്രയിച്ചാൽ മുക്തി സാധ്യമല്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ അവിടെ സാഖ്യ സിദ്ധാന്തം ദ്വൈതത്തിൽ തന്നെ പ്രതിഷ്ഠിതമാണ്, അദ്വൈതത്തിൽ പ്രതിഷ്ഠിതമല്ല. അദ്വൈതമല്ലാത്ത ഒന്ന് അദ്വൈതമാണെങ്കിൽ മാത്രമേ അല്പത്വത്തിന് അവസാനമുള്ളൂ. അദ്വൈതമല്ല എങ്കിൽ അല്പത്വം വീണ്ടും തന്നെ തുടരും. അദ്വൈതം അല്ലെങ്കിൽ പിന്നെ ദ്വൈതമാണ്. അപ്പം ദ്വൈതത്തിന് ദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു പ്രകൃതിയും പുരുഷനും മാത്രമല്ല ഉള്ളത്. കാരണം ആ പ്രകൃതിയിൽ അനേകം ജീവാത്മാക്കളും പ്രകൃതിയുടെ വികൃതികളും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഇവരെ മുഴുവനും ഈ ഒരു ആനന്ദത്തിന് തടസ്സമായിട്ട് ഈ പുരുഷന് നിൽക്കുന്നു എന്നർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം സാഖ്യമല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. പിന്നെ എന്തിനിത് പഠിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല സന്ദർഭത്തിലും ആൾക്കാരിത് സാഖ്യത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് 24 തത്വങ്ങൾ 25 തത്വങ്ങളെ വ്യാഖ്യാനിച്ച് അവസാനം പ്രധാനവും മായയും ഒന്നാണ് എന്ന് സ്ഥാപിച്ചെടുക്കും. അപ്പോൾ അത് സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത അധികരണമാണ് കാരണത്വാധികരണം എന്ന്. അപ്പോൾ ഈ കാരണത്വം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ബ്രഹ്മത്തിനാണ് കാരണത്വം കൊടുത്തിരിക്കുന്നത്, പ്രധാനത്തിന് അല്ല എന്ന്. ഇതാണ് കാരണത്വാധികരണം. കാരണത്വേ ആകാശാദിഷു യഥാ വ്യപതിഷ്ഠോക്തേഹേ എന്ന്. യഥാ വ്യപതിഷ്ഠഃ ഉക്തേഹേ. വ്യപതിഷ്ഠഃ യഥാ എപ്രകാരമാണോ
ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. വേദാന്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വേദാന്ത വാക്യം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് വാക്യങ്ങളിൽ യഥാവ്യപതിഷ്ഠ ഉക്തേഹേ എപ്രകാരമാണോ പറയപ്പെട്ടിരിക്കുന്നത്. തഥാ കാരണത്വേന കാരണത്വേന ച ആകാശാദിഷു എന്നുള്ള പ്രയോഗത്തിൽ ഈ കാരണത്വേന എന്നുള്ളതിനെ രണ്ട് തരത്തിലിടുകണം. ഒന്ന് കാരണത്വേ ന എന്നർത്ഥം, രണ്ടാമത്തേത് കാരണത്വേന. ഇങ്ങനെ രണ്ട് തരത്തിന്. കാരണത്തിനാൽ എന്നർത്ഥത്തിൽ കാരണത്വേന എന്നെടുക്കാം. കാരണത്വേ ന എന്നുള്ള കാരണമാകയാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ നമുക്ക് നോക്കാം ഇത് എങ്ങനെ എടുക്കേണ്ടതെന്ന്. അപ്പോൾ ആകാശാദികൾക്ക് കാരണമായിരിക്കുന്ന വസ്തുവിൽ വിരുദ്ധവാക്യങ്ങൾ കാണപ്പെടുന്നില്ല എന്നാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം. അതായത് ആകാശാദികൾക്ക് കാരണമായിരിക്കുന്നതിൽ എന്താണോ, അതായത് ബ്രഹ്മം ആണ് ആകാശാദികൾക്ക് കാരണം എന്നുള്ള പ്രയോഗം, അതിൽ വിരുദ്ധവാക്യങ്ങളില്ല എന്നുള്ളതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനകത്ത് ഈ സൂത്രത്തിൻ്റെ സാരം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഓരോ വേദാന്ത വാക്യങ്ങളിലും കാര്യവസ്തുക്കളായ ആകാശാദികളുടെ ഉത്പത്തിയിൽ ഭിന്നാർത്ഥമുള്ള വാക്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും അവയുടെ കാരണവസ്തുവിൽ ബ്രഹ്മം തന്നെ കാരണം എന്ന്. ഇതെന്താണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൈത്തിരീയ ഉപനിഷത്തിലെ തസ്മാത് വായേ തസ്മാത് ആത്മന ആകാശസംഭൂത എന്ന പ്രയോഗം കൊണ്ട്, പിന്നെ ഛാന്തോഗ്യോപനിഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തത്തേജോ അസൃജത, അപ്പോൾ അവൻ തേജസ്സിനെ സൃഷ്ടിച്ചു എന്നുള്ള പ്രയോഗമുണ്ട്. പിന്നെ അസദ്വാ ഇതമഗ്ര ആസീത് എന്ന രീതിയിൽ അസത്താണ് ഇവിടെ ആദ്യമുണ്ടായിരുന്നത് എന്ന തൈത്തിരീയോപനിഷത്തിൽ തന്നെ മന്ത്രമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ പ്രയോഗമുണ്ടല്ലോ. കുതസ്തു ഖലു സൗമ്യ ഏവം സ്യാദിതി ഹോവാച കഥമസതഃ സജ്ജായതേതി സത്വേന സോമ ഇതമഗ്രമാസീത് സത്വേന സൗമ്യ ഇതമഗ്ര ആസീത്. അവിടെ സത്വേന, അപ്പം സത്ത് തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്ന ഛാന്തോഗ്യോപനിഷത്തിലെ 6:2 എന്ന മന്ത്രത്തിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ശ്രുതികളിൽ പല രീതിയിൽ ആകാശാദികളുടെ കാരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആകാശാദികളുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്ക് കാരണമായതെന്ത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യമുണ്ടായത് ആകാശമാണോ, അതിന് ശേഷമുണ്ടായത്, ഇങ്ങനെ ഓരോ തരത്തിൽ വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഈ വ്യത്യസ്ത ശ്രുതികൾ ഇവിടെ ഈ സൃഷ്ടിയുടെ ആദ്യം എന്തുണ്ടായി എങ്ങനെയുള്ള രീതിയിൽ വ്യത്യസ്തതകൾ വരുത്തുന്നുണ്ടെങ്കിലും ഇവയെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ വിരുദ്ധതയില്ല എന്ന്. അതാണ് കാരണത്വേ, അതായത് ഈ ആകാശം അല്ലെങ്കിൽ അഗ്നി എന്ന്, അതായത് അഗ്നി, ജലം, പൃഥിവി, ഇത് മൂന്നും എടുത്തുകൊണ്ടാണ് ഛാന്തോഗ്യോപനിഷത്തിൽ പറയുന്നത്. ആകാശവും വായുവും ഛാന്തോഗ്യോപനിഷത്തിന് ആ ഭാഗത്തില്ല. അതായത് ഏത് ഭാഗത്താണോ ഇത് ത്രിവൃത്കരണം പറഞ്ഞിരിക്കുന്നത് അവിടെ ആകാശവും വായുവുമില്ല. ആദ്യം തന്നെ അതിൽ നിന്ന് അഗ്നി ഉണ്ടായി, ബ്രഹ്മത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി എന്നുള്ളതാണ് ഉള്ള പ്രയോഗം. തത്തേജോ അസൃജത, തേജസ് ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒന്നിനകത്ത് തസ്മാത് വായേ തസ്മാത് ആത്മന ആകാശസംഭൂത എന്നുള്ള പ്രയോഗത്തിൽ ആകാശമുണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ആകാശത്തെയും വായുവിനെയും ഒമിറ്റ് ചെയ്തുകൊണ്ട് തത്തേജ അസൃജത എന്ന് ഛാന്തോഗ്യം 6:2-3 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭിന്നത്വങ്ങൾ, ഈ ഭിന്നത്വങ്ങൾ കാരണത്വേ, ഇവയെല്ലാം ആത്മാവിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നത്തിൽ, അതാണ് കാരണത്വേ
നാ എന്ന്. കാരണത്വത്തിൽ അത് ഇല്ല എന്ന്. ചുരുക്കത്തിൽ ഇവിടെ പറയുന്നതാണ്, കാര്യപ്രപഞ്ചത്തെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല വേദം, പകരം കാര്യപ്രപഞ്ചത്തിനെ വിട്ടിട്ട് കാരണത്തിലേക്ക് കടക്കൽ, കാരണപ്രപഞ്ചത്തെയല്ല കാരണത്തെക്കുറിച്ച് എന്താണ് സാക്ഷാത് കാരണം എന്നുള്ളത്, ആ സാക്ഷാത് കാരണം എന്താണ് എന്നുള്ള അന്വേഷണമാണ്, അതിൻ്റെ വെളിപ്പെടുത്തൽ ആണ് ശ്രുതിയുടെ ലക്ഷ്യം. അപ്പോൾ ശ്രുതിയുടെ ലക്ഷ്യം നമ്മൾ അറിയാതെ പോകരുത്. പലതുണ്ട് എന്നറിയിക്കലല്ല ശ്രുതിയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ജഗത്തിലുള്ള സാധനങ്ങളുടെ എണ്ണി എണ്ണി പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു വിടലല്ല ശ്രുതിയുടെ ലക്ഷ്യം. പിന്നെ ശ്രുതിയിൽ ഇതിനെക്കുറിച്ചെല്ലാം പരാമർശിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ശ്രുതിയെ കൂടാതെയും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ശ്രുതി കൂടാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളുമുണ്ട്, ശ്രുതിയിൽ കൂടെ അറിയാവുന്ന ചില കാര്യങ്ങളുമുണ്ട്. പക്ഷേ ശ്രുതിയുടെ അന്തസത്ത എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അറിയിക്കലാണ്. ശ്രുതിയിൽ കൂടെ മാത്രം അറിയാൻ സാധിക്കുന്ന ഒന്നാണ് ബ്രഹ്മം, ശ്രുതിയിൽ കൂടെ മാത്രം അറിയാൻ സാധിക്കുന്ന ഒന്നാണ് സ്വർഗം. പിന്നെ ബാക്കിയുള്ളതെല്ലാം പ്രത്യക്ഷത്തിനും അനുമാനത്തിനും വിധേയമായ രീതിയിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ചുരുക്കത്തിൽ ഇവിടെ നമുക്ക് ശ്രുതിയുടെ താത്പര്യം എന്തിലാണ് എന്നത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ വേദവാക്യങ്ങളെ നോക്കുവാൻ എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥാപിച്ചിട്ട് ആ അസ്തിത്വത്തിലേക്ക് ചേർക്കപ്പെടുന്നതായിട്ടുള്ളത് മാത്രമാണ് സ്വർഗപ്രാപ്തിക്ക് സഹായമായ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ കർമ്മങ്ങളുടെ സത്യത്വം സ്ഥാപിക്കാനോ സ്വർഗത്തിൻ്റെ സത്യത്വം സ്ഥാപിക്കാനോ ഇത്തരത്തിലല്ല. സ്വർഗത്തിൻ്റെ അസ്തിത്വം പറഞ്ഞു. അപ്പം സ്വർഗത്തിൻ്റെ അസ്തിത്വം പറഞ്ഞു എന്നതുകൊണ്ട് സ്വർഗത്തിൻ്റെ സത്യത്വം നിത്യസത്യത്വം സ്ഥാപിക്കുന്നു എന്നതിനർത്ഥമില്ല. നിത്യസത്യത്വം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയുടെ മുമ്പ് എന്തുണ്ടായിരുന്നോ, സൃഷ്ടി അവസാനിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടായിരുന്നുവോ അതാണ് സത്യം എന്നത് പറയാനാണ് ശ്രുതിയുടെ താത്പര്യം. അതുകൊണ്ട് സ്വർഗത്തിന് സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്, അല്ലാതെ സൃഷ്ടിക്ക് മുമ്പേ സ്വർഗമുണ്ടായി എന്നുള്ള രീതിയിൽ പറയരുത്. അപ്പോൾ ഇതാണ് നമ്മൾ താത്പര്യം നോക്കണം എന്ന് പറയുന്നത്. താത്പര്യം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ മുട്ടിന് വേദനയുടെയും തലവേദനയുടെയും പരിഹാരം എന്നുള്ളതിനാണ് ആധ്യാത്മികത എന്ന രീതിയിലേക്ക് പോകും. ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വഴിപാട് കഴിക്കേണ്ടത്, ഏത് പ്രാണായാമമാണ് ചെയ്യേണ്ടത്, ഏത് യോഗയാണ് ചെയ്യേണ്ടത്, എൻ്റെ പ്രശ്നം തീരാൻ, ഇത്രയേ ഉള്ളൂ. ആ തരത്തിലായി കഴിഞ്ഞാൽ അത് ഉപാസനയുടെയും കർമ്മത്തിൻ്റെയും മേഖലയാണ്. ഇതാണ് വേദത്തിൻ്റെ സാരം, ഇതിലാണ് വേദം നിൽക്കുന്നത്. ഇത് പറയാനാണ് മാനവരാശിക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേദം എന്തിനാണ്? അതുകൊണ്ട് നമ്മുടെ ലൊട്ടിലൊടുക്ക് വിദ്യകൾ എല്ലാം നിൽക്കുന്നത് വേദത്തിലാണ്. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് വരരുത് എന്നർത്ഥം. വേദത്തിൻ്റെ സാരം അറിയാത്തത് കൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. വേദത്തിൻ്റെ സാരം ഇതാണ്, ബ്രഹ്മത്തെ ബോധിപ്പിക്കൽ ആണ്. ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ വേദത്തിനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല എന്ന്. ബ്രഹ്മത്തിനെ വേദം ബോധിപ്പിച്ചോട്ടെ, പക്ഷേ ഈശ്വരനെ മറ്റു പലരും ബോധിപ്പിക്കുന്നുണ്ടല്ലോ. അവിടെയാണ് അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർ ബോധിപ്പിക്കുന്ന ഈശ്വരൻ എന്താണെന്ന് ബോധിപ്പിക്കുന്നവർക്ക് തന്നെ വളരെ വ്യക്തതയൊന്നുമില്ല. രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാനില്ലാത്ത, അതാണ് ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനില്ലാത്തവർ പറയും ചോദ്യം ചോദിക്കുകയും പാടില്ല എന്ന്. ഇപ്പം അങ്ങനെ അങ്ങോട്ട് അനുസരിച്ചാൽ മതി, ചോദിക്കാനൊന്നും ആയിട്ടില്ല, വളർന്നിട്ടില്ല, ജപിക്കടാ എന്ന് പറഞ്ഞിരുത്തി ജപിക്കാൻ അങ്ങനെ തരത്തിൽ ഒരുമാതിരി എന്താ പറയുന്ന ഈ എന്താണ് ഇതുണ്ടല്ലോ ഒരു ഗുണ്ടായിസം എന്ന് പറയുന്നത്, ആധ്യാത്മിക ഗുണ്ടായിസം എന്ന് പറയുന്നത്. ഗുരുക്കന്മാരുടെ വേറൊരു തരം ഇതാണ്. അങ്ങോട്ട് ജപിച്ചാൽ മതി, അങ്ങോട്ട് ധ്യാനിച്ചാൽ മതി, 4 മണിക്കൂർ ധ്യാനിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്കത് ഉത്തരമില്ല. ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ ആ ഉത്തരങ്ങൾ ഈ അടിച്ചമർത്തപ്പെടുന്ന ഉത്തരങ്ങളെന്നാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കാനായോ? അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഗുരുത്വമില്ല ഈ തരത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ആൾക്കാർ. ഇങ്ങനെയൊക്കെയുള്ളത് കൊണ്ടൊന്നും ഇവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവത്തില്ലാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനകത്തൊരു വ്യക്തത വരുത്തണം. ആ വ്യക്തത എന്ന് പറയുന്നത് തദ്വിജിജ്ഞാസസ്വ, ഈ മാതിരിയുള്ള വാക്യങ്ങളൊക്കെ അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിയാൻ ആഗ്രഹിക്കണം. അറിയാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വിജ്ഞാന പര്യന്തം ആണിത്. അറിഞ്ഞിടം വരെയും ജിജ്ഞാസ നിലനിർത്തണം എന്ന്. അല്ലാതെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജപിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജപം പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുന്നവൻ ജപം പൂർത്തീകരിക്കുന്നു എന്നുള്ളതല്ലാണ്ട് അവൻ്റെ ജിജ്ഞാസയാണ്, അതവന് ജിജ്ഞാസ ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. പിന്നെ അമ്പലത്ത് വലം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് സൂര്യപ്രകാശവും കിട്ടും, ശുദ്ധവായു കിട്ടും, ഇതാണ് പ്രയോജനം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ആണ് കൂടുതലുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നും പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓം നമഃ ശിവായ എന്ന് ജപിച്ചോളൂ, മറ്റൊന്നും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ രൂപം ചിന്തിച്ചോളൂ, ഇങ്ങനെ പറയുന്ന തരത്തിൽ ഉള്ള ആൾക്കാരെടുത്താണെന്നുണ്ടെങ്കിൽ അവർ സാധാരണ നിലയിൽ തന്നെ നിൽക്കുന്നവരാണ്. ആ സാധാരണ നിലയിൽ നിൽക്കുന്ന അവർക്കത് അത്യാവശ്യമാണ്. പക്ഷേ അതുതന്നെയാണ് എല്ലാവരും അനുഷ്ഠിക്കേണ്ടത് എന്ന രീതിയിൽ മുരട്ടുവാദം എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, അവർ ചില മഠാധിപതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്, ചെല്ലുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്കാണെന്നുണ്ടെങ്കിൽ 4 മണിക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേൽക്കണം, 5 മണിക്കാണെങ്കിൽ എല്ലാവരും പ്രയർ ഹാളിൽ വരണം, പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ധ്യാനിക്കണം, 6:30 വരെ ധ്യാനിക്കണം, ഈ തരത്തിൽ. പിന്നെ അതിന് ശേഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യേണ്ട ഒന്നാണ്. ഈ തരത്തിൽ ഷടത്വം ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആചാരത്തിന് കർമ്മത്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജിജ്ഞാസ എന്ന് പറയുന്നത് അവർക്ക് അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല. അപ്പോൾ ഇവിടെ ഇപ്പം എന്താണ്, ഇവിടെ അതിനകത്തൊരു വ്യക്തത തന്നെ വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത ഇതാണ്: ശ്രുതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ തിരിച്ചു വിടുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ പാലിക്കേണ്ട 10 നിയമങ്ങൾ, അല്ലെങ്കിൽ പറയേണ്ട 10 വാക്യങ്ങൾ, ഈ തരത്തിൽ നമ്മളെ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് അല്ല ശ്രുതിയുടെ ലക്ഷ്യം. ബ്രഹ്മത്തെ ബോധിപ്പിക്കൽ എന്നുള്ളതാണ്. ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് ശ്രുതിയുടെ ലക്ഷ്യം. ബ്രഹ്മത്തെ എന്തിനാണ് ബോധിപ്പിക്കുന്നത്? ബ്രഹ്മം ഉണ്ട് എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മമുണ്ട്, ബോധിച്ചു, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അതല്ല ശ്രുതിയുടെ ലക്ഷ്യം. ബ്രഹ്മമാണ് ഈ ശ്രോതാവ് എന്നത് ബോധിപ്പിക്കലാണ് ശ്രുതിയുടെ ലക്ഷ്യം. ബ്രഹ്മമാണ് ശ്രോതാവ് എന്ന് ബോധിപ്പിച്ചത് കൊണ്ട് ആർക്കതിൻ്റെ പ്രയോജനം? ശ്രുതിക്കാണോ പ്രയോജനം, അതോ ബോധിക്കുന്നവനാണോ പ്രയോജനം? ശ്രുതിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രയോജനത്തിൻ്റെ പ്രസക്തിയില്ല. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ബോധിക്കുന്നവനാണ്. ബോധിക്കുന്നവനുള്ള പ്രയോജനം, ബോധിച്ചു ഞാൻ ബ്രഹ്മമാണെന്ന്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ബോധിച്ചോളാം ഇടയ്ക്ക് ബ്രഹ്മം, ബാക്കിയുള്ള സമയത്തെല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകാം. ഇതൊക്കെയാണല്ലോ നാട്ടു നടപ്പ്. അതല്ല ഇതിൻ്റെ അർത്ഥം. ഒരിക്കൽ നമ്മൾക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് ബോധിച്ച് കഴിഞ്ഞാൽ ആ ബോധിക്കുന്നതിൻ്റെ പ്രോസസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു പോകുന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ബോധിക്കത്തുള്ളൂ. ആ ഒരുപാട് കാര്യങ്ങൾ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടി പോലും അവശേഷിക്കാത്ത വിധത്തിൽ സർവത്തെയും നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു വിരുദ്ധത എന്ന് പറയുന്നത്. എല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ ബ്രഹ്മത്തെ അറിയാൻ പറ്റത്തുള്ളൂ. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാം, എങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം അറിഞ്ഞെങ്കിലേ മാത്രമേ ബ്രഹ്മത്തെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ബ്രഹ്മമാണ് എല്ലാം എന്നുള്ളത് കൊണ്ട്. പക്ഷേ എല്ലാം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് എല്ലാം അറിയാൻ പറ്റും. ബ്രഹ്മത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മത്തെ ഇപ്പോൾ എങ്ങനെ അറിയുക? അതറിയാൻ പറ്റുന്ന ഒന്നായിട്ട്, ബുദ്ധിമുട്ടുള്ള ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കേനോപനിഷത്തിനകത്തുള്ള നേതം എതിതം ഉപാസത്തെ എന്ന രീതിയിൽ, എന്ന രീതിയിൽ നമുക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് ഓഫ് നോളജ് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് അത് ബ്രഹ്മമല്ല, ഈ തരത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളിടത്താണ് ഇവിടെ ഇപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണത്വം എന്ന് പറയുന്നത് ബ്രഹ്മത്തിലാണ്.
അപ്പം നമ്മൾ ഈ ഈ നമ്മുടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളിലായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതുതന്നെ മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ആ മാറ്റലാണ് ഈ ബ്രഹ്മസൂത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മസൂത്രത്തിലൂടെയാണ് നമുക്ക് എങ്ങനെയാണ് ശ്രുതിയെ സമീപിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ കാരണത്വേ, ഈ ബ്രഹ്മമാണ് കാരണം എന്നുള്ളത് നമ്മൾ എല്ലാ ശ്രുതികളിലും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ശ്രുതിയുടെ താല്പര്യത്തിന് വിരുദ്ധമല്ലാത്ത വിധത്തിൽ എങ്ങനെയാണ് ഈ സൃഷ്ടിയുടെ കാര്യങ്ങൾ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നത് നമുക്ക് ഈ ഭാഗത്താണ് കുറച്ചൊരു വ്യക്തത നൽകിയിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഇതെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അസദേവ ഇതമഗ്രാസി തത് സദാസി തത് സമഭവത് എന്ന് ചാന്തോഗ്യം 3:19 പറഞ്ഞിരിക്കുന്നു. അസത്താണ് ഏവ ഇതമഗ്ര ആസീതെന്ന്. അപ്പോൾ അഗ്രേ സൃഷ്ടേഹേ പ്രാക് എന്നാണ് അർത്ഥം. സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് അസത്താണ് എന്ന വാക്യം എടുത്തുകൊണ്ട് ഈ അസത്തും സത്തും എന്നുള്ളതാണ് രണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഒന്നുമില്ലായിരുന്നു എന്ന ശൂന്യവാദത്തിലേക്ക് ആൾക്കാർ കടക്കും. ഈസിയാണ് കടക്കാൻ. ഇവിടെ ഒന്നുമില്ലായിരുന്നു പണ്ട്, പിന്നീടാണ് ഇതെല്ലാം ഉണ്ടായത്, ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുമില്ലായിരുന്നു എന്നുള്ള പറച്ചിൽ അവരുടെ ശൂന്യവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗദ്ധന്മാരുടെ ശൂന്യവാദം തന്നെ ആവണമെന്നില്ല. ഇവിടെയുള്ള സർവ്വജനങ്ങളുടെ കയ്യിലും ഒരല്പം ശൂന്യവാദം ഉണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ബൗദ്ധന്മാരതിന് കുറച്ച് ന്യായം പറഞ്ഞു കൊണ്ടുവന്നതേ ഉള്ളൂ. ആ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദേ അന്തേ ചയന്നാസ്തി വർത്തമാനേപി തത്തത അല്ല, അവരുടെ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ആദിയിലും ഇല്ലാത്തത് വർത്തമാനത്തിലും ഇല്ലാത്തത് കൊണ്ട് ഇത് പറയുന്ന സാങ്കേതികാരികളെ വെച്ചിട്ടാണ്, സാങ്കേതികാരികയിലെ മാണ്ഡൂക്യകാരികയിലെ ഗൗഡപാദകാരികയിലെ ഒരു ശ്ലോകമാണിത്. ആദൗ അന്തേ ചയന്നാസ്തി എന്നുള്ളത്. അപ്പോൾ അവിടെ ശൂന്യവാദികൾ പറയുന്നത് ഒന്നുമില്ല എന്നുള്ളതിനെ വെച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള ആദിയിലും അന്ത്യത്തിലും ഇല്ലെങ്കിൽ ഇപ്പോഴും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ശൂന്യവാദികളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ശൂന്യത്വം ബൗദ്ധന്മാരുടെ ശൂന്യവാദത്തെയാണ് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് അസത്ത് എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അസത്ത് ശൂന്യം എന്നുള്ള അർത്ഥം എടുക്കരുത് എന്ന്. എന്തുകൊണ്ടെന്നാൽ അസദ്വാ ഇതമഗ്ര ആസീദ് എന്ന പ്രയോഗം അവിടെ നിൽക്കെ തന്നെ ഉപനിഷത്ത് ആ ഒരൊറ്റ വാക്യത്തിൽ ഒതുങ്ങുന്നില്ല. അതിന് പകരം വേറെ പല വാക്യങ്ങളുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു വാക്യം എടുത്തുകൊണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിലാണ് വേദം നിൽക്കുന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെയാണ് ഇവിടെ ഖണ്ഡിക്കുന്നത്. ആ ഖണ്ഡനം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ആരെങ്കിലും പറയുകയാണ് അസത്താണ് ഇവിടെ മുമ്പുണ്ടായിരുന്നത്, അസദ്വായുധമഗ്ര ആസീത് എന്ന ശ്രുതിവാക്യം എടുത്തുകൊണ്ട് ശൂന്യമായിരുന്നു എല്ലാം ശൂന്യത്തിന് സമാനമായ വാക്കാണ് ഇവിടെ അസത്ത് എന്ന രീതിയിൽ, ഇല്ലായ്മ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വന്നാൽ, അതാണ് ചാന്തോഗ്യം 3:19 ആ മന്ത്രം എടുത്തുകൊണ്ട് വന്നിട്ട് അവർ വാദിക്കാൻ തുടങ്ങിയാൽ തദ്ഹായേകാഹുഹു അസദേവ ഇതമഗ്രാസി. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഋഷി പറയുന്നത് ഇങ്ങനെയാണ്, തദ്ഹ ഏകേ ആഹുഹു, ചിലർ പറയുന്നു എന്നത് വിട്ടുപോകരുത്. അവൻ തദ്ഹ ഏകേ ആഹു, ചിലർ പറയുന്നു അസദേവ ഇതമഗ്രാസീത് എന്ന് ചാന്തോഗ്യത്തിൽ പറയുന്നുണ്ട്. ചിലർ പറയുന്നു അസത്താണ് എന്ന്. അപ്പോൾ അസദേവ ഇതമഗ്ര ആസീത് എന്നുള്ളത് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ കടന്നു പോകരുത്. പകരം ഇതിനും കൂടെ കാണണം. എന്ന് ചിലർ പറയുന്നു എന്ന് കൂടെ അവിടെ പറയുന്നുണ്ട് എന്ന്. കുതസ്തു ഖലു സൗമ്യ ഏവം സ്യാദിതി, അതെങ്ങനെ സാധ്യമാവും സൗമ്യ എന്ന്. തത്വമസി ശ്വേതകേതു, ആ ശ്വേതകേതുവിനോട് പറയുന്ന സന്ദർഭത്തിലാണ് അതെങ്ങനെ സാധ്യമാകും സൗമ്യ, എങ്ങനെ അസത്താണ് എന്ന് ചിലർ പറയുന്നു, അതെങ്ങനെ സാധ്യമാകുന്നു എന്ന്.
അപ്പോൾ ഇത് വെച്ച് ഇപ്പം ഈ നാസതീയ സൂക്തമൊക്കെ എടുത്തുകൊണ്ട് അസത്താണ് ആദ്യം ഉണ്ടായിരുന്നത് എന്ന് വാദിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വിട്ടുകളയരുത്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ സാധ്യമാകും സൗമ്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അസദ്വേഗ ഇതമഗ്ര ആസീത് എന്ന് പറയുന്നത് 3:19:1 ഛാന്തോഗ്യോപനിഷത്തിലെ 3:19:1 അസദേവ ഇതമഗ്ര ആസീത് എന്ന് പറയുന്ന മന്ത്രം. പിന്നെ അതിനുശേഷം 6-ാം അധ്യായത്തിലാണ് ഇവിടെ ഈ തത്വമസി ശ്വേതകേതു എന്ന് പറഞ്ഞ ശ്വേതകേതുവിനോടുള്ള ഉപദേശം കിടക്കുന്നത്. ആ ഉപദേശത്തിലാണ് പറയുന്നത് തദ്ധ ഏക ആഹുഹു, ചിലർ പറയുന്നു അസത്താണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് എന്ന്. കുതസ്തു ഖലു സൗമ്യ ഏവം സ്യാദിതി, കുതഹ ഖലു സൗമ്യ, അല്ലയോ സൗമ്യ, അല്ലയോ പുത്ര, ഏവം സ്യാദ് കുതഹ ഭവതി എന്ന്. ഇതെങ്ങനെ സാധ്യമാകുന്നു? കഥം അസതഃ സജ്ജായേത, കഥം എപ്രകാരം അസതഃ അസത്തിൽ നിന്ന് സദ് ജായേത, അസത്തിൽ നിന്ന് എങ്ങനെ സത്തുണ്ടാകുന്നു. അപ്പോൾ അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അസത്ത്, വേറെ ഒന്നും അർത്ഥത്തിലൊന്നും എടുക്കരുത്. അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതിനകത്തുനിന്ന് ചില അഭാവം എന്ന് പറയുന്നത്, ചില ശൂന്യം എന്ന് പറയുന്നത്, ചില അസത്ത് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പല വാക്പ്രയോഗമുണ്ട്. ചില സന്ദർഭത്തിന് അർത്ഥവ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇവിടെയാണ് ജനറലായിട്ട് ഇല്ലായ്മ എന്നുള്ള അർത്ഥം എടുത്താൽ മതി. സത്വേന സൗമ്യ, സത്വേന സൗമ്യ ഇതമഗ്രാസീത്, സത്വേന ഏവ ഇതമഗ്രേ ആസീതെന്ന്. അഗ്രേ സൃഷ്ടേഹേ പ്രാക്ക്, സൃഷ്ടിക്ക് മുമ്പ് ഇതം, ആ ഇതം എന്നുള്ളത് വിട്ടുപോകരുത്. സത്വേന സൗമ്യ ഇതമഗ്രേ ആസീത്. അവിടെ ഇതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതം സദ്രൂപം ജഗത്ത് എന്ന്, വേറൊന്നും അർത്ഥത്തിലില്ല. ഇവിടെ രണ്ടുണ്ട്, അസത്തെന്നും സത്തെന്നും. ഇതിനകത്ത് ഈ അസത്തെന്നും സത്തെന്നും പറയുന്നത് സത്ത് ജഗത്ത്, സദ്രൂപമായ ജഗത്തും പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന അസത്തും എന്നത്. അപ്പോൾ അസത്തിൽ നിന്നാണ് സദ്രൂപമായ ജഗത്തുണ്ട് ഉണ്ടായത് എന്ന രീതിയിൽ എടുത്ത ശേഷം പിന്നീട് ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, സത്ത് ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു സത്തുണ്ട്. ആ സത്ത് ഈ സത്തിനേക്കും കാരണമായിട്ടുള്ളത് ആ സത്താകുന്നു, അല്ലാതെ അസത്തല്ല എന്ന്. അതെൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ സദസദ്ഭ്യാം ഭിന്നഹ എന്ന് സത്തിൽ നിന്നും അസത്തിൽ നിന്നും അതീത, ഇത്തരത്തിലൊക്കെയുള്ള അർത്ഥത്തിലുണ്ട്. അതായത് ഇവിടെ എന്തോ സത്തുണ്ടോ ആ സത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മറ്റൊരു സത്തല്ല, പകരം ഏതൊരു സത്താണോ ആദ്യമുണ്ടായിരുന്നത് ആ സത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ സത്തായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സത്തിനെ ആ സത്തും തന്നെ പറയാമെന്നർത്ഥം. സാധാരണഗതിയിൽ നമ്മൾ ഇത് സത്തല്ല അതാണ് സത്ത് എന്ന് പറയുന്നു. പക്ഷേ ആ സത്താണ് ഈ സത്ത് എന്നുണ്ടെങ്കിൽ ഈ സത്ത് തന്നെയാണ് സത്ത് എന്നല്ലാതെ അതിനകത്ത് വേറെ ഒന്നും അപ്പുറത്തേക്ക് ഇല്ല എന്ന്. ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തത്തിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്, എന്നാലും കുഴപ്പമില്ല. തദ്ധ ഇതം തർഹി അവ്യാകൃതമാസി തന്നാമരൂപാഭ്യാം ഏവ വ്യാക്രിയത എന്ന് ബൃഹദാരണ്യകോപനിഷത്തിൽ 1:4-7 ഒരു മന്ത്രമുണ്ട്. അതും എടുത്ത് വെച്ച് നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ ഇപ്പം തന്നെ മുമ്പ് കണ്ടത് സത്താണെന്നോ അസത്താണെന്നോ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് അസത്തിനെ നിരാകരിച്ചിട്ട് സത്താണ് ഈ പ്രപഞ്ചാരംഭത്തിന് മുമ്പുണ്ടായിരുന്നത് സത്താണ്. അതാണ് സത്വേന ഇതം, സത്വമായിട്ട് തന്നെയായിരുന്നു ഇതം ജഗത്ത് ആസീത് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒന്നാണ്, ഈ സത്തായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ജഗത്തിൻ്റെ പൂർവ്വരൂപം അസത്തും ആ അസത്തിന് മുമ്പൊരു സത്തും, അങ്ങനെ വേണം കാണാൻ എന്നുള്ള അർത്ഥം. അല്ലാതെ ഇത് ഡയറക്റ്റായിട്ട് ഇതും കണ്ടുകൊണ്ട് വേറെ ചിലർ പറയുന്നു അതുകൊണ്ട് എല്ലാ കാലത്തും പ്രകൃതി ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വരും. ഇത്
കാരണത്തിൽ നിന്ന് കാര്യത്തിലേക്ക് വന്നു, പിന്നെ കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് പോയി. അങ്ങനെ എല്ലാ രൂപത്തിലും എല്ലാ രീതിയിലും എന്നും ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പ്രപഞ്ചത്തിൻ്റെ സദ്വാദവും കൊണ്ട് ആൾക്കാർ വരും. അവിടെ നമ്മൾ തെറ്റിപ്പോകരുത്. പ്രപഞ്ചത്തിൻ്റെ സദ്വാദം എന്ന് പറയുന്നതല്ല, ഇവിടെ സത്തൻ്റെയാണ് സദ്വാദം എന്ന് പറയുന്നത്. സത്ത് എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്നുള്ളതാണ് വരുന്നത്. അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ സ്ഥിരത്വമല്ല ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഇത് നമ്മൾ വ്യക്തത വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പ്രപഞ്ചം കാര്യരൂപത്തിലായിരുന്നു, അത് കാരണരൂപത്തിൽ എന്നും ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ തരത്തിൽ അത് കാരണരൂപത്തിൽ എന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ രീതിയിലാണല്ലോ അനാദിത്വം പറയുന്നത്. ഈ തരത്തിൽ വാദവും കൊണ്ടുവരാം. അപ്പോൾ അനാദിത്വം പറയുന്നത് കാരണരൂപത്തിൽ അനാദിത്വം പറയുമ്പോൾ ചില വാക്കുകൾ നമ്മളവിടെ വിട്ടുപോകരുത്. അനാദിത്വം ഒക്കെ പറയുമ്പോൾ തന്നെ പറയുന്നത് അനിർവചനീയത്വം എന്നുള്ള പ്രയോഗവുമുണ്ട്, അതോടൊപ്പം മിഥ്യാത്വം തുടങ്ങിയിട്ടുള്ള വാക്കുകളുണ്ട്. പിന്നെ ബ്രഹ്മത്തിൻ്റെ നിത്യത്വത്തിനെ കുറിച്ച് അവിടെ അനിർവചനീയത്വം എന്നുള്ളതിനകത്ത് ഉള്ളതിനേക്കാളും കടന്ന് ബ്രഹ്മം ജ്ഞേയം എന്നുള്ളത് ജ്ഞേയം തദ് ബ്രഹ്മ എന്ന രീതിയിൽ വ്യക്തമായി അറിയാൻ സാധിക്കുന്നതാണ് എന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളത് വേദാന്തു നാമ ഉപനിഷത് പ്രമാണം എന്ന രീതിയിൽ അറിയാൻ സാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനാൽ ബ്രഹ്മത്തെ അറിയുവാൻ വേണ്ടി മാത്രം പ്രമാണമുണ്ട് എന്നുള്ളതാണ്. വേദാന്തു നാമ ഉപനിഷത് പ്രമാണം ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പ്രമാണമാണത്. അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന പ്രകൃതിയെ അറിയാനോ പ്രകൃതി അതിൻ്റെ ഗുണഭേദങ്ങളെ അറിയാനോ അതല്ലെങ്കിൽ ബാക്കിയുള്ളതിനെക്കുറിച്ചും അറിയാനല്ല. ബാക്കിയുള്ളതെല്ലാം എന്ന് പറയുന്നത് അനുമാനസിദ്ധമാണ്. അല്ലാതെ അത് മുഴുവൻ ശാസ്ത്രസിദ്ധം ആക്കേണ്ട കാര്യമില്ല. മുഴുവൻ അനുമാനസിദ്ധം. പ്രമാണസിദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണത്തിൽ പ്രത്യക്ഷ സിദ്ധമായിട്ടുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമാന സിദ്ധമാണ്. എന്തു വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ. പ്രത്യക്ഷ സിദ്ധത്തിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് പ്രത്യക്ഷമാണ്. പിന്നെ അതിന് ശേഷം പിന്നെ അതിന് അധികം കടന്നു പോകേണ്ടതില്ല. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അനുമാന സിദ്ധമായിട്ട് മാറുന്നു. അപ്പോൾ അനുമാന സിദ്ധത്തിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ശാസ്ത്രത്തെ സ്വീകരിച്ചെന്ന് വരും. അതല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് കാര്യമൊന്നും ഇല്ല എന്ന് സാരം. അപ്പം പിന്നെ അവിടെ ഇപ്പോൾ എന്തിനാണ് അപ്പോൾ ഇവിടെ നമുക്ക് മുഖ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 പ്രമാണങ്ങളെ എടുത്തു കഴിഞ്ഞാൽ പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ പ്രമാണമായിട്ട് എടുക്കാം, പ്രത്യക്ഷ പ്രമാണം. പിന്നെ രണ്ടാമത്തെ അടുത്ത പ്രമാണം എന്ന് പറയുന്നത് പരോക്ഷമാണ്, ശബ്ദപ്രമാണമാണ്. അപ്പം പരോക്ഷ ശബ്ദ പ്രമാണം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അസ്തിത്വത്തെയും ആ കർമ്മഫലങ്ങൾ, വേദം, ജീവാത്മാവിൻ്റെ ഗതി, ഇതിൻ്റെയൊക്കെ ആധികാരികതയ്ക്ക് വേണ്ടിയിട്ടാണ് പരോക്ഷ ശബ്ദ പ്രമാണം കിടക്കുന്നത്. കാരണം ജീവാത്മാവിൻ്റെ ആധികാരികത സ്ഥാപിച്ചില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ പോകാൻ ആൾ വേണ്ടേ? സ്വർഗമുണ്ടെന്ന് സ്ഥാപിച്ചാൽ മാത്രം പോരല്ലോ, സ്വർഗത്ത് പോകാൻ ആളിനെ റെഡിയാക്കണം. സ്വർഗത്ത് പോകാനുള്ള ആളിനെ റെഡിയാക്കിയാൽ മാത്രം പോരല്ലോ, ഈ സ്വർഗവും ഈ ആളിനെയും തമ്മിൽ സംബന്ധിപ്പിക്കാൻ മാർഗവും കൂടെ റെഡിയാക്കണ്ടേ? അപ്പോൾ മാർഗം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കർമ്മം വെച്ചു, പോകാൻ വേണ്ടുന്ന ആളിനെ നിർവചിച്ചു. ഇത്തരത്തിലുള്ള എല്ലാം കൂടെ ചെയ്തിരിക്കുന്ന മേഖലയാണ് പരോക്ഷ ശബ്ദ പ്രമാണം എന്ന രീതിയിൽ നമുക്ക് അറിയാവുന്നത്. പിന്നെ മൂന്നാമത്തേതാണ് ഈ അപരോക്ഷ ശബ്ദ പ്രമാണം എന്ന് പറയുന്നത്. അപരോക്ഷ ശബ്ദ പ്രമാണം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഉപദേശം എവിടെയാണോ കിടക്കുന്ന ആ ഭാഗമാണ്, അല്ലെങ്കിൽ ഉപനിഷത്തുക്കളാണ്. വേദാന്തു നാമ ഉപനിഷത്ത് പ്രമാണം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുക്കളാണ് ലക്ഷ്യം. അവിടെ ജീവാത്മ പരമാത്മ ഐക്യം എന്ന രീതിയിൽ ജീവാത്മാ പരമാത്മാ ഭേദമില്ല, ഏകമാണ്. ബ്രഹ്മൈവ സത്യം നേഹനാനാസ്തി കിഞ്ചന പ്രകാരമുള്ള സർവം ഖല്ലിതം ബ്രഹ്മ. അപ്പം സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുന്നതും അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലതും അവിടെ നിൽക്കെ ഞാൻ ബ്രഹ്മമായിരിക്കുന്നു എന്ന അർത്ഥമില്ല. പിന്നെ സർവം ഖല്ലിതം ബ്രഹ്മ അഹം നാസ്മി, എല്ലാം ബ്രഹ്മമാണ്, പിന്നെ ഞാനില്ല എന്ന രീതിയിലും അല്ല. അഹം ബ്രഹ്മാസ്മി പറയുന്നുണ്ട്, ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനുള്ള പരിഹാരമാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഡയറക്റ്റായിട്ട് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് എല്ലാ കാലവും ബ്രഹ്മം തന്നെയാകുന്നു.
അപ്പോൾ സത്തായിട്ട് ഈ പ്രപഞ്ചം കാണുന്നത്, ഇപ്പോൾ നമ്മൾ സത്തായിട്ട് പ്രപഞ്ചം കാണുന്നത് ബ്രഹ്മത്തിൻ്റെ സത്യത്വത്തെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അസ്തിത്വത്തെ തൻ്റെ സ്വന്തം അസ്തിത്വമാക്കിക്കൊണ്ട് നാമരൂപങ്ങൾ പ്രകടമായി എന്ന്. അപ്പം നമുക്കിവിടെ ബ്രഹ്മത്തിൻ്റെ അസ്തിത്വത്തിന്മേൽ നാമരൂപങ്ങളാണ് നാം ഇവിടെ ജഗത്തായി കാണുന്നത്. അതാണ് തദ്ഹ ഇദം തർഹി അവ്യാകൃതമാസീത്. അപ്പോൾ ഇവിടെ ഈ സദ്രൂപമായിട്ടുള്ള ജഗത്തിന് തൊട്ട് മുമ്പ് ഈ ജഗത്ത് വ്യാകൃതമായതിന് മുമ്പുള്ളതാകയാൽ അതിനെ അവ്യാകൃതം എന്ന് പറഞ്ഞു. വ്യാകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടമാകുക, അത്രയേ ഉള്ള അർത്ഥം. അല്ലാതെ അവ്യാകൃതം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തോ ഒരു വലിയ വസ്തുവാണ് എന്നർത്ഥമില്ല. അതൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ആ സ്റ്റാറ്റസ് കാണിക്കുന്ന ശബ്ദങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ സ്റ്റാറ്റസ് കാണിക്കുന്ന ശബ്ദങ്ങളെ നമ്മൾ യഥാർത്ഥ സദ്രൂപങ്ങളായിട്ടോ വസ്തുക്കളായിട്ടോ ഒന്നും ഗണിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശബ്ദങ്ങളുടെ അർത്ഥം അറിയണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിലൂടെ അതെന്തോന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ആ വാക്കുകൾ അനിർവചനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോന്ന് കാണിക്കാൻ ശ്രമിക്കുന്നില്ലേ, നിർവചിക്കാൻ സാധിക്കാത്തതെന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് എവിടെയോ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതേമാതിരിയാണ് അവ്യാകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സാധനം അവിടെ ഉണ്ട്, അതിലേക്കെല്ലാം കൂടെ ചേരുന്നു എന്നുള്ളതല്ല. എന്തവിടെയുണ്ടോ അതിൻ്റെ സ്റ്റാറ്റസ് ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വ്യാകൃതമല്ലാത്ത ഒന്നാണ്. അപ്പോൾ വ്യാകൃതമല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗത്താണ് ഇപ്പോഴത്തെ വ്യാകൃതം. ഈ ജഗത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനെ കാണിക്കുന്ന ശബ്ദമാണ് വ്യാകൃതം എന്ന് പറഞ്ഞ്. വിസ്തരിക്കപ്പെട്ടത് എന്ന് പറയാം. അപ്പം വിസ്തരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപുലീകരിക്കപ്പെട്ടത്, വിസ്തരിക്കപ്പെട്ടത്, പ്രകടമാക്കപ്പെട്ടത്, ഇത്തരത്തിലൊക്കെ അർത്ഥം എടുക്കാം. അപ്പോൾ അത് അല്ലാതിരിക്കുന്ന ഒരു സ്ഥിതി, അതിനാണ് ഈ കാരണത്വം എന്ന് പറയുന്നത്. അതിന് ആ കൊടുത്തിരിക്കുന്ന പേര് മാത്രമാണത് അവ്യാകൃതം എന്നുള്ളത്. എന്താണോ അവിടെ ഉണ്ടായിരുന്നത് അത് അവ്യാകൃതം ആയിരുന്നു എന്ന്. അവ്യാകൃതം ആസീത് എന്ന്, അവ്യാകൃതം ആയിരുന്നു. തന്നാമരൂപാഭ്യാമേവ വ്യാക്രിയത എന്ന്. അതിൽ നിന്ന് നാമരൂപങ്ങൾ അത് എന്താണോ അവിടെ ഉണ്ടായിരുന്നത് അത് അവ്യാകൃതമായിരുന്നു. അത് നാമരൂപങ്ങളെ കൊണ്ട് വ്യാക്രിയത എന്ന്, നാമരൂപങ്ങളെ കൊണ്ട് ഈ വിസ്തരിക്കപ്പെട്ടു. വ്യാക്രിയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടമാക്കപ്പെട്ടു എന്നുള്ളത്. നാമരൂപങ്ങളാൽ പ്രകടമാക്കപ്പെട്ടു. എന്താ നാമരൂപം? ആകാശാദി നാമരൂപം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതിനകത്ത് ആകപ്പാടെ 5 ഭൂതങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ കളികൾ മുഴുവൻ കളിക്കുന്നത്. വേറെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് 6ാമതൊരു സാധനം ഇല്ല എന്നുള്ളതാണ്. ആകപ്പാടെ 5 ഭൂതങ്ങളെ വെച്ചുകൊണ്ടാണ് ഇതിനകത്ത്. അതായത് നമ്മൾ ഒരു പിടി ചോറെടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഈ ഒരു പിടി ചോറാണ് നാളത്തെ ഞാൻ, ഇത്രയേ ഉള്ളൂ. ഈ നാളത്തെ ഞാനാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പിടി ചോറ്. ഇതുപോലെ ഇതാണ് ഇതിൻ്റെ മിഥ്യാത്വം എന്ന് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ മായ എന്ന് പറഞ്ഞ്. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ കാണപ്പെടുന്നതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്താ മാറുന്നത്? നാമം മാറുന്നു, രൂപം മാറുന്നു, നാമം മാറുന്നു, രൂപം മാറുന്നു. ഇതാണ് ഈ നാമവും രൂപവും മാറിക്കൊണ്ടിരിക്കുന്നത്. നാമവും രൂപത്തിനും സത്യമുണ്ടോ? നാമത്തിനൊരിക്കലും സത്യമില്ല. കാരണം നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്നു? അത് ഇത് ജ്ഞാതാവിൻ്റെ അന്ധക്കരണത്തിൽ നിൽക്കുന്നു. രൂപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യമുണ്ടോ? രൂപമെന്ന് പറയുന്നത് ദൃഷ്ടാവിൽ നിൽക്കുന്നതാണ് രൂപമെന്ന് പറയുന്നത്, അല്ലാതെ ദ്രവ്യത്തിൽ നിൽക്കുന്നതല്ലല്ലോ രൂപമെന്ന് പറയുന്നത്. ദ്രവ്യത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രൂപമായി. അല്ല, ദ്രവ്യം എന്ന് പറയുന്ന പർട്ടിക്കുലർ രൂപത്തിനെ ഉദ്ദേശിച്ചല്ല. അത് മുഴുവനും ദ്രഷ്ടാവിലാണ് നിൽക്കുന്നത്. ദ്രഷ്ടാവില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ദ്രവ്യത്തിന് അസ്തിത്വമില്ല. അപ്പോൾ ഈ അസ്തിത്വം നിൽക്കുന്ന നാമത്തിൻ്റെ അസ്തിത്വവും ദ്രഷ്ടാവിൽ നിൽക്കും. ദ്രഷ്ടാവെന്ന് പറഞ്ഞാൽ ജ്ഞാത. അപ്പം ജ്ഞാതാവിൽ നിൽക്കുന്ന അസ്തിത്വമാണ് ഇതിനൊക്കെ ഉള്ളത്. ആ തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം നിൽക്കുന്നത് തന്നെ ജ്ഞാതാവിലാണ് നിൽക്കുന്നത്. ജ്ഞാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാ എന്ന അർത്ഥമുള്ള ജീവാത്മാവിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ജീവാത്മാവിൻ്റെ അസ്തിത്വം എവിടെ നിൽക്കുന്നു? ജീവാത്മാവിൻ്റെ അസ്തിത്വമാണ്. പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വവും ജീവാത്മാവിൻ്റെ അസ്തിത്വവും ഭിന്നമായിട്ടുള്ള അസ്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്നതല്ല. ഇത് രണ്ടും നിൽക്കുന്നത് ഒറ്റ അസ്തിത്വത്തിലാണ്. അതാണ് സദ്ബ്രഹ്മ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ
പോക്ക്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണോ ജഗത്തായി കാണുന്നത് അത് സദ്ബ്രഹ്മമാണ്, എന്താണോ ജീവാത്മാവായി കാണുന്നത് അത് സദ്ബ്രഹ്മമാണ്. പക്ഷേ ഇത്രയും അറിഞ്ഞുകൊണ്ട് നമുക്ക് അതിനകത്ത് മുക്തി നേടിയില്ലല്ലോ. മുക്തി നേടുക എന്ന് പറഞ്ഞാൽ വേറൊരു, അതറിയേണ്ട രീതിയിൽ കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ മുക്തി നേടുക എന്ന് പറയുന്നത് അത് വേറെ വിഷയം. പക്ഷേ നമ്മളിവിടെ ചില കാര്യങ്ങൾ ഇങ്ങനെ രീതിയിൽ നമ്മൾ വ്യക്തത വരുത്തി വെക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞ് എത്ര നമ്മൾ വേദാന്തം പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ ജഗത്തിൻ്റെ അസ്തിത്വത്തിന് ഒരു 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 തടസ്സവാദം സൃഷ്ടിക്കുവാൻ നമുക്ക് നമ്മുടെ അന്ധകരണം ഒരിക്കലും തയ്യാറാവത്തില്ല. അപ്പം ജഗത്തിൻ്റെ അസ്തിത്വത്തിനെ നമ്മൾ നിരാകരിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ അസ്തിത്വത്തെ തന്നെ നിരാകരിക്കുന്ന ഒരു സ്ഥിതി വരും എന്നുള്ളതാണ്. കാരണം അവനവൻ്റെ അസ്തിത്വം നിൽക്കുന്ന അവനവൻ്റെ ശരീരത്തിനെയാണ്. അപ്പോൾ ആ ശരീരത്തിന്, അവനവൻ്റെ അസ്തിത്വം ശരീരത്തിന് നിൽക്കുന്നു എന്നുള്ള, ശരീരത്തിനെ ആസ്പദമാക്കിയാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ അസ്തിത്വം തന്നെ നമ്മൾ ചോദ്യം ചെയ്യണം. ആ ശരീരത്തിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഈ തരത്തിൽ തന്നെ എന്താണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമത എന്നുള്ള രീതിയിൽ വിരക്തി വരുത്തുന്ന രീതിയിൽ വിവേക വിചാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിൻ്റെ എല്ലാ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു. അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് ഒരു എന്താണ്, കുറ്റം കണ്ടെത്തിയിട്ട് അതിനെ നല്ലതിനെ ഉപേക്ഷിച്ച് ചീത്തയാക്കി കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല. പകരം എന്ന് പറയുന്നത് നല്ല സമയത്ത് നമുക്ക് എല്ലാം നല്ലതായിട്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു കാലം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ആർക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഈയിടെ അടുത്ത ഒരു സന്ദർഭത്തിൽ കണ്ടതാണ്, ഒരു തേനീച്ച, ഒരു എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ കപൂർ, കരിഷ്മ കപൂറിൻ്റെ അല്ലേ, ഒരു ഈ ലോകത്തിലുള്ള 3000 കോടീശ്വരന്മാരിൽ ആദ്യത്തെ 3000 കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ അടുത്തിടയിൽ മരണം സംഭവിച്ചത് ഒരു തേനീച്ച തൊണ്ടയിലോട്ട് പോയി. വാ തുറന്നു കഴിഞ്ഞപ്പോൾ തേനീച്ച തൊണ്ടയിലോട്ട് പോയി ഒരൊറ്റ തേനീച്ചയാൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. തേനീച്ച മരണം സംഭവിച്ചു. അപ്പോൾ 3000 കോടി അല്ല, 3000 ആൾക്കാരെല്ലാം, എത്രയോ കോടികളുണ്ട്, ആയിരക്കണക്കിന് കോടികൾ കയ്യിലുണ്ട്. ചികിത്സിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ഹാർട്ട് അറ്റാക്ക് വന്നു. ഒരു കുത്തു കൊണ്ടിട്ട് ചിലപ്പോൾ വീർക്കുകയോ എന്തെങ്കിലും അലർജി ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാം നല്ലതായി പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഹരതി നിമേഷാത് കാലസർവം, ആ ഒരു പ്രയോഗമുണ്ട്. അതുകൊണ്ട് നാളത്തെ ഭാവിയെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നാം ഇതിനാണല്ലോ നമ്മൾ ഇപ്പോൾ ഇഷ്ടം പോലെ കാശുണ്ട്, പക്ഷേ എന്തിനാണ് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ഒന്നും നമുക്ക് കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതെന്തോ എന്ന് പറഞ്ഞാൽ ഒപ്പം നടന്നവർ കൈവിട്ടു പോയത് എപ്പോഴാണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളത് ഒരാളുടെ കാര്യമല്ല, എല്ലാവരുടെയും കാര്യം ഇത് തന്നെയാണെന്നുള്ളത്. ഇത് തടസ്സം നിർത്താനും അത് തടയാൻ സാക്ഷാൽ പരമേശ്വരന് പോലും ആകത്തില്ല എന്നുള്ളതാണ്. ഇതുണ്ടല്ലോ ഉമ, ഈ പരമേശ്വരനെ ധിക്കരിച്ചുകൊണ്ട് സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്ക് പോയതാണ്, വേറെ ദക്ഷൻ്റെ അടുത്തേക്ക് പോയതാണ്. തിരിച്ച് വന്നതെന്ന് പറയുന്നത് തിരിച്ച് വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ അത് തടയാൻ പരമേശ്വരന് പോലും സാധിച്ചില്ല എന്നുള്ള രീതിയിൽ. പിന്നെ സ്വന്തം ശിരസ് ഭഗവാൻ വിഷ്ണുവിന് പോലും സംരക്ഷിച്ച് നിർത്താൻ പറ്റിയില്ല. ഒരു ചിതൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ശിരസിനെ അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞുള്ളൂ, ഒരൊറ്റ ചിതൽ. ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് കാരണം സംസാരോയം അതീവ വിചിത്ര. ഈ സംസാരം എന്ന് പറയുന്നത് അത്രയ്ക്ക് വിചിത്രമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ബ്രഹ്മവിചാരത്തിൽ, ബ്രഹ്മപ്രതിഷ്ഠയിൽ, അഹം ബ്രഹ്മാസ്മി എന്ന ഉറപ്പിൽ നമ്മൾ നമ്മളെ തന്നെ സുരക്ഷിതമാക്കി നിർത്തണം. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അങ്ങനെ സുരക്ഷിതമാക്കി നിർത്തി കഴിയുമ്പോൾ മാത്രമാണ് നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല, ലാഭങ്ങളൊന്നും ലാഭമല്ല എന്ന ഉറച്ച ബുദ്ധിയിൽ നമ്മൾ നിൽക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയത്നം നിർത്തണം എന്നുള്ളതല്ല, ലാഭത്തിനായിക്കൊണ്ട് പ്രയത്നിക്കാം. പക്ഷേ ലാഭത്തിനായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോഴും
നഷ്ടം പറ്റാം. ഇതാണ് ലാഭത്തിനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടം പറ്റാം. പ്രാണം തന്നെ പോകുന്ന ആൾക്കാർ എന്തോ ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ള രീതിയിലാണ് എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നു. പക്ഷേ അങ്ങ് അവിടെ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് എന്തെല്ലാം കാര്യം. ഇത്തരത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ബ്രഹ്മവിചാരം കൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നതിൽ ഉറപ്പിക്കുക. നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്തായിരിക്കും നാളെ എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രാധാന്യം കിടക്കുന്നത് മുക്തിയുടെ കാര്യത്തിൽ. അപ്പോൾ എന്താണ് ഈ ബ്രഹ്മം? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്തിരീയ ഉപനിഷത്തിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സത്യവും ജ്ഞാനം അനന്തം ബ്രഹ്മം. ബ്രഹ്മത്തെക്കുറിച്ച് അതാണ് നിർവചനം കൊടുത്തിരിക്കുന്നത്. അത് സത്യമേവാശ്രയേ അഹം, ഞാൻ സത്യത്തെ ആശ്രയിക്കും എന്ന് പറയുമ്പോൾ സത്യത്തെ ആശ്രയിക്കും എന്ന് പറയുന്നത് 4 പേരുടെ വാക്ക്, ആ വാക്കിനെ അല്ല ആശ്രയിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മത്തെ ആശ്രയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാനെ ആശ്രയിക്കുക എന്നർത്ഥം. വാക്ക് മാറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ. സാക്ഷാൽ ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഈ ആശ്രയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഈ ആശ്രയത്വം സാധ്യമാകുന്നത്? വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ, അതാണ് അതിൻ്റെ ആശ്രയത്വം. വേദാന്ത വാക്യങ്ങളിലുള്ള സുനിശ്ചിതമായ അർത്ഥബോധം തന്നെയാണ് ആശ്രയത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു സ്ഥിരത നേടണം. അപ്പോൾ സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് അന്നേന സൗമ്യ ശൃംഗേന പോ മൂലമന്നിച്ഛദ്ഭി സൗമ്യ ശൃംഗേന തേജോ മൂലമന്നിച്ഛ തേജസ സൗമ്യ ശൃംഗേന സമൂലമന്നിച്ഛ. ചാന്തോഗ്യം 6:3-4 പറയുന്നത് ഏ അന്നം സൗമ്യ അല്ലയോ പുത്ര, ശ്വേതകേതുവിനോട് പറയുകയാണ്, അന്നമാകുന്ന ശൃംഗത്തിനാൽ, അതായത് കാര്യമാകുന്ന ലിംഗത്തിനാൽ, ലക്ഷണത്താൽ, അതാണ് ശൃംഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലക്ഷണത്താണ്. അതിനാൽ ജലമാകുന്ന കാരണത്തെ വിചാരിച്ചുകൊള്ളുക. അപ്പോൾ അന്നത്തിൻ്റെ കാരണം ജലമെന്ന്, അന്നം എന്ന് പറഞ്ഞാൽ പൃഥ്വിയാണ്. അന്നത്തിൻ്റെ കാരണം, പൃഥ്വിയുടെ കാരണം ജലമെന്നറിയുക. ജലമാകുന്ന കാര്യലക്ഷണത്താൽ തേജസ്സാകുന്ന കാരണത്തെ വിചാരിച്ചുകൊള്ളുക. പിന്നീട് സൗമ്യ, തേജസ്സാകുന്ന കാര്യലക്ഷണത്താൽ സത്താകുന്ന കാരണത്തെ വിചാരിച്ചറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ പൃഥ്വിയുടെ കാരണം ജലമെന്നും ജലത്തിൻ്റെ കാരണം അഗ്നി എന്നും പറഞ്ഞതിന് ശേഷം അഗ്നിയുടെ കാരണമായിട്ട് ബ്രഹ്മത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പം ബ്രഹ്മവിദാപ്നോതി പരം തരതി ശോകമാത്മവിത് തദേവ വിദിത്വ അമൃതത്വമേതി. പ്രകാരം ഉപനിഷത്തുകളിലെല്ലാം പല ഉപനിഷത്തുകളിലെ വാക്യങ്ങൾ ഇവിടെ എടുത്ത് കൂട്ടി ചെയ്തിരിക്കുകയാണ്. തൈത്രീയത്തിൽ പറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മവിദാപ്നോതി പരം, ബ്രഹ്മവിത്ത് പരത്തെ പ്രാപിക്കുന്നു. പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി, കൈവല്യം. തരതി ശോകമാത്മവിത്ത് എന്ന് ചാന്തോഗ്യോപനിഷത്ത് 7:1-3 പറഞ്ഞിരിക്കുന്നു. ആത്മവിത്ത്, ബ്രഹ്മവിത്ത് തരതി ശോകം, ശോകത്തെ അതിക്രമിക്കുന്നു എന്ന്. തമേവ വിദിത്വ അമൃതത്വമേതി, തം ഏവ വിദിത്വ, അതിനെ തന്നെ അറിഞ്ഞിട്ട്, ബ്രഹ്മത്തെ തന്നെ അറിഞ്ഞിട്ട്, അമൃതത്വമേതി, അമൃതത്വത്തെ പ്രാപിക്കുന്നു. അല്ലേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയും. അപ്പോൾ അത് അമൃതത്വത്തെ പ്രാപിക്കുന്നു. അപ്പോൾ അവിടെ അറിയേണ്ടത് ഏതാ? ബ്രഹ്മത്തെ തന്നെ. അത് പറഞ്ഞിരിക്കുന്ന ശ്വേതാശ്വതര ഉപനിഷത്ത് 3:8. അപ്പോൾ അതുകൊണ്ട് പിന്നെ തത്വമസി ശ്വേതകേതു, അറിയാനുള്ളത് എന്താ? അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഉപദേശമാണ്, മറ്റു മാർഗങ്ങളൊന്നുമില്ല. എങ്ങനെ ഉപദേശിക്കണം? തത്വമസി ശ്വേതകേതോ, ഇതാണ് ഉപദേശം. നീ ആകുന്നു ആ തത്വം, സത്ത്, സൗമ്യ, ശ്വേതകേതോ എന്ന്. ഇപ്രകാരമാണ് ആ ഉപദേശം. അപ്പോൾ ആ ഉപദേശം അങ്ങനെ തന്നെ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുകയാണ് എന്ന് ബോധിച്ചുകൊണ്ട് വിചാരം ചെയ്യണം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.